ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ കുറഞ്ഞ പൈസ ചെലവിൽ ഒരു നൈറ്റ് ലാമ്പ് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂട്ടത്തിൽ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. നൈറ്റ് ലാമ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കാർഡ്ബോർഡ് പീസസ് എടുത്തിട്ടുണ്ട്. 20x15 സെൻറ്റിമീറ്റർ ആണ് സൈസ്. 4 പീസസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒട്ടിച്ചിട്ട് നമുക്കിതൊരു ബോക്സ് ഷേപ്പിലാക്കി എടുക്കണം. ഒരു പീസ് കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈസ് 15x15 സെൻറ്റിമീറ്റർ ആണ്. അത് ടോപ്പ് പോർഷനിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കാർഡ്ബോർഡ് പീസ് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. 4 സൈഡിലും 1 സെൻറ്റിമീറ്റർ അളവിലും 2 സൈഡിൽ നിന്ന് 8 സെൻറ്റിമീറ്റർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പേപ്പർ കട്ടർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒത്തിരി സമയം എടുത്തു കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വലിയ കട്ടർ ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതാവും നല്ലത്. ഞാൻ കാർഡ്ബോർഡ് പീസസ് എടുത്തതിന് പകരം കാർഡ്ബോർഡ് ബോക്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാം. എന്നിട്ട് ആ കാർഡ്ബോർഡ് ബോക്സിൻ്റെ 4 സൈഡിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ അളവിൽ തന്നെ കട്ട് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേറെ അളവ് എടുത്താലും മതിയാവും. ഇനി ഇതൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ബ്ലാക്ക് അക്രിലിക് പെയിൻ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ മാർക്കർ ഉണ്ടെങ്കിൽ അത് വെച്ച് പെയിൻറ് ചെയ്ത് കൊടുത്താലും മതിയാവും. അതല്ല കളർ A4 ഷീറ്റ് ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുത്താലും മതിയാവും. അപ്പോൾ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു A4 സൈസ് പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ A4 സൈസ് പേപ്പർ നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. ഞാൻ ലവ് ഷേപ്പ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പേപ്പറിൽ ഇത് വരച്ചു കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ട് പേപ്പറിൽ വരച്ചു കൊടുക്കാൻ പറ്റുന്നുള്ളവർക്ക് അങ്ങനെ വരയ്ക്കാട്ടോ. ഇതുപോലെ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ലവ് ഷേപ്പൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കണം. കളർ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ മാർക്കറാണ് എടുത്തിട്ടുള്ളത്. ലവ് ഷേപ്പിന് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഷേപ്പ് വേണമെങ്കിൽ വരച്ചു കൊടുക്കാം. സ്റ്റാർ അല്ലെങ്കിൽ വെറുതെ ലൈൻസ് വരച്ചു കൊടുത്താലും മതിയാവും. ഇനി നമുക്ക് ഈ പേപ്പർ നമ്മുടെ കാർഡ്ബോർഡ് പീസിൽ ഒട്ടിച്ചു കൊടുക്കണം. എല്ലാ കാർഡ്ബോർഡ് പീസസിലും ഞാൻ ഇതുപോലെ പേപ്പർ ഒട്ടിച്ച് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കാർഡ്ബോർഡ് പീസസ് ഒക്കെ ഒട്ടിച്ച് ഒരു ബോക്സ് ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ടേപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ടേപ്പ് ഉണ്ടെങ്കിൽ അതെടുക്കാം. അല്ലെങ്കിൽ കാർഡ്ബോർഡ് ഒട്ടുന്ന ഏത് ഗമ്മാണുള്ളതെങ്കിൽ അതെടുക്കാം. അപ്പോൾ എല്ലാ പീസും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഈ കോർണർ കൂടിയാണ് ഒട്ടിക്കാനുള്ളത്. അതിനായിട്ട് ഗ്ലൂ ഗണ്ണാണ് എടുത്തിട്ടുള്ളത്. - 15x15 സൈസ് ഉണ്ടായിരുന്ന ആ ഒരു പീസിൽ അത് ഞാൻ ടോപ്പിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലാമ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ടേപ്പ് ഒട്ടിച്ചപ്പോൾ ഈ സൈഡിലൊക്കെ ഇത്തിരി ഒട്ടാതെ നിന്നിരുന്നു. അവിടെയൊക്കെ ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്നും കൂടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൾബ് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് ബോക്സ് വേണം. നമുക്കത് ഈ താഴെ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. അതല്ലെങ്കിൽ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് ആയാലും മതി. അതിൻ്റെ 4 കോർണറിലും കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കതൊരു ബോക്സിൻ്റെ ഷേപ്പിൽ ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ബൾബാണ് ഒട്ടിക്കാനുള്ളത്. നമുക്ക് ഇതുപോലത്തെ LED ബൾബ് വാങ്ങാനായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് വാങ്ങിയാൽ മതി. ഹോൾഡറും ബൾബും സെപ്പറേറ്റ് വാങ്ങിയിട്ട് നമുക്ക് തന്നെ കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഈ ബൾബ് നമുക്ക് കാർഡ്ബോർഡിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. കാർഡ്ബോർഡിൻ്റെ ഉള്ളിൽ കൂടെ വയർ കടത്താനായിട്ട് നമുക്കിവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടാണ് ഉണ്ടാക്കി കൊടുത്തത്. ഒന്ന് അമർത്തി കൊടുത്താൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ ഹോൾ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. ഈ കേബിൾ ഇതിൻ്റെ ഉള്ളിലൂടെ ആദ്യം കടത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഹോൾഡറിൻ്റെ മൂടി ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഈ വയർ ഈ ഹോൾഡറിൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്ത് കൊടുക്കണം. വളരെ എളുപ്പമാണ്. വയർ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം സ്ക്രൂ ഒന്ന് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി.
വയർ നല്ലപോലെ ടൈറ്റാക്കി കൊടുത്തു. അതിന് ശേഷം അടപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൾബ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. LED ബൾബ് തന്നെ പല കളറിൽ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് നമുക്ക് വാങ്ങാം. അതിനുശേഷം നമുക്ക് ഈ ഹോൾഡർ ഇവിടെ ഒന്ന് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്കോൾ മതിയാവും, നല്ലപോലെ ഒട്ടും. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുത്ത ഈ ലാമ്പിൻ്റെ ബോഡി നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം. 4 സൈഡിലും ഫെവിക്കോൾ തേച്ച് കൊടുത്തിട്ട് ഞാനിതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ലാമ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ താഴെയുള്ള കാർഡ്ബോർഡ് പീസില്ലേ, അവിടെ ഞാൻ ബ്ലാക്ക് പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്ക് ആവുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. അപ്പോൾ അതാ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമുക്ക് അധികം പൈസ ചിലവില്ലാതെ വീട്ടിൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. മഞ്ഞ LED ബൾബാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. മൾട്ടി കളർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും കളേഴ്സൊക്കെ വാങ്ങിയിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക്